നിങ്ങൾ ആരാ? ഞാനിവിടെ അടുത്തുള്ളതാ. വളരെ സൗന്ദര്യമുള്ള മുഖം. വിരോധമില്ലെങ്കിൽ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? എൻ്റെ സ്റ്റുഡിയോയിൽ വെക്കാനാ. എടുത്തോളൂ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒന്നൂടെ. ആ, Sir, congratulations. Thank you. ഇപ്പൊ സന്തോഷമായില്ലേ? നീ പിടിച്ചോ, വാ. ഇറക്കും. ആരേത് ലോക്ക് ചെയ്തിരിക്കുന്നു? എന്തേത് ലോക്ക് ചെയ്തിരിക്കുന്നത്? അത് മുതലാളി. മനസ്സിലായില്ല അല്ലേ? ഞാൻ മനസ്സിലാക്കി തരാം. ഇനി മേലാൽ ഇവിടെ താമസിക്കാൻ അനുവാദമില്ല. അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. റോഡിൽ അരഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന കണ്ട അലവലാദികളെ കൊണ്ട് താമസിപ്പിക്കാനുള്ളതല്ല ഈ വീട്. മര്യാദയ്ക്ക് സംസാരിക്കണം. തോന്നിയ ദിവസം പറയരുത്. എന്റെ ഭാര്യയെ കൂടി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. ഇല്ല നസി, ഇതൊക്കെ കേട്ട് കണ്ണടച്ച് വാപ്പൂത്ത് നിന്നാലേ ചെയ്യാ കുറ്റം സമ്മതിച്ച പോലെയാവും. അയ്യടാ, ഒന്ന് പോടാ, അല്ലെങ്കിൽ നീ എന്നെ അങ്ങ് ഒലത്തും. അവന് കെട്ടാൻ കിട്ടിയ ഒരു പെണ്ണ്. മുതലാളി, പോടാ അപ്പുറത്ത്. ഇനി അവനെ ഇങ്ങനെ വെറുതെ വിട്ടാ എന്റെ അഭിമാനത്തിന് പ്രശ്നമാവും. ഞാൻ ഈ ലീവ് ലെറ്റർ. ഒരു മിനിറ്റ്. അല്ല, ഇനി ഇവിടെ വരണ്ട. ഇതുവഴി തന്നെ മടങ്ങി പോവാം. മടങ്ങി പോവാനോ? എന്തിന്? എവിടെ വേണേലും പോയിക്കോളൂ. നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല. ഇതാ ഡിസ്മിസ് ഓർഡർ. ഡിസ്മിസൽ ഓർഡറോ? അതെ. മധുവിന്റെ അടുത്തിപ്പോ എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. വേഗം പോകൂ. എനിക്കിവിടെ ജോലി ഇല്ല എന്ന് പറയാനുള്ള കാരണം അതറിയാതെ ഞാൻ ഇവിടെ പോകുന്ന പ്രശ്നമില്ല. അതെ, തോന്നുമ്പോ അവധി എടുക്കാനും ഇഷ്ടാനുസരണം ചുറ്റിക്കറങ്ങിയിട്ട് തന്റെ ഇഷ്ടത്തിന് വന്ന് ഇവിടെ ജോലി ചെയ്യാനും ഈ ഓഫീസ് തന്റെ തന്തയുടെ അല്ലല്ലോ. എന്നെ വിട്. ദയവേത് എന്നോട് ദേഷ്യപ്പെടില്ലേ. ഞാൻ സത്യം തുറന്നു പറയാം. ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുതലാളിയുടെ മകൾ സ്വപ്നയെ മധുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിൽ മധു മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്തെന്ന് അവരറിഞ്ഞപ്പോ ദേഷ്യപ്പെട്ട് ഈ ഓഫീസിൽ എന്നല്ല ഈ പരിസരങ്ങളിലെല്ലാം തന്നെ മധുവിനെ കുറിച്ച് മോശമായ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലയിൽ മധുവിന് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമായിരിക്കും. സാരമില്ല. പിന്നെ
ഈ വാശിയും വെല്ലുവിളിയും ഒക്കെ ഈ മധുവിനോട് വേണ്ടാന്ന് തന്റെ മുതലാളിയോട് പോയി പറഞ്ഞേക്ക്. എന്താ പേടിച്ചു പോയോ? വാ പോകാം. കേറ്. ഇതെന്ത് പറ്റി? പെട്രോൾ ഉണ്ടല്ലോ. കൊള്ളാമല്ലോ സാറേ വണ്ടി. കലക്കം വണ്ടി. ഇമ്പോർട്ടോ എക്സ്പോർട്ട്? ഈ വണ്ടി കലക്കം വണ്ടി മാത്രമല്ല, പുതിയ വണ്ടി. നല്ല പിക്കപ്പും ഉണ്ട്. കാണൂടാ. ഓരോരോ പ്രശ്നങ്ങള്. അതിനിടയിൽ വണ്ടി അടുത്ത വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. വാ കേറ്. അടുത്തൊന്നും വർക്ക്ഷോപ്പ് കാണുന്ന ലക്ഷണമില്ല. എന്തായാലും ഈ അസമയത്ത് യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമുക്കിവിടെ നിന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഹണിമൂണ് നാളെ പോയാലും വിരോധമൊന്നുമില്ലല്ലോ. എന്താണ് സീതനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പേടിച്ചു പോയോ? നിന്റെ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരും. എന്താ ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നു. നമുക്ക് പോവാം. വാ നടക്ക. ആരാ? മനസ്സിലായില്ലേ? ഞാനൊരു പുരുഷൻ, ഇവിടെ ഒരു സ്ത്രീ. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ആരാന്നാ ചോദിച്ചേ? ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ആരാ? ഞാനിവിടുത്തെ വാച്ച്മാനാ. എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നേ. വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കാൻ. തോന്നുന്നവർക്കെല്ലാം കയറി താമസിക്കാനുള്ള സ്ഥലമല്ല ഇത്. അയ്യോ, ഇതെന്റെ ഭർത്താവാണ്. താമസിക്കാൻ ഒരു സൗകര്യം കിട്ടിയാ കൊള്ളാമായിരുന്നു. അതിന് വാടക എത്ര വേണമെങ്കിലും തരാം. അതിനിത് ലോഡ്ജ് അല്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം. വേണമെങ്കിൽ നാളെ താമസിക്കാം. ഇന്ന് വേറെ ആളുകൾ വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? അവർക്ക് ഇന്നിവിടെ താമസിക്കാൻ സ്ഥലം വേണോന്ന്. ഒന്ന് സൗകര്യം ചെയ്തു തരണം. നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് പുതിയ മാരേജ് കപ്പിളാണെന്ന് തോന്നുന്നു. ശരിയാണ്. അതറിഞ്ഞിട്ട് തനിക്കെന്ന് വേണം? താൻ ആരാ ഇതൊക്കെ ചോദിക്കാൻ? കുഞ്ഞേ, ചൂടാവല്ലേ. അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. മധുട്ട പ്ലീസ് ഒന്ന് സമാധാനപ്പെടൂ പ്ലീസ്.
വെരി സ്മാർട്ട് ഗേൾ. കുട്ടിയുടെ പേരെന്താ? നിശീതിനി. നല്ല പേര്. ആ നിശിതിനി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരാൻ കാരണം എന്താ? കഥ പറയാൻ സമയമില്ല, നീ വാ നമുക്ക് പോവാം. കുഞ്ഞേ, വെറുതെ അഹങ്കാരത്തിന് വേണ്ടി കാണിക്കുന്ന ഈ ധൈര്യം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പാവം പെൺകുട്ടിയോട് വേണ്ട. ഏതായാലും ഈ കൊച്ചിനു വേണ്ടിയെങ്കിലും താമസിക്കാൻ ഏർപ്പാടാക്കി തരാം. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ കുളിക്കാൻ വല്ല സൗകര്യമുണ്ടോ? ഇവിടെ കുളിമുറിയൊന്നുമില്ല. പുറകിൽ കിണറുണ്ട്, പമ്പ് സെറ്റുണ്ട്. അവിടെ വേണമെങ്കിൽ കുളിക്കേ, എന്ത് വേണമെങ്കിലും ആകാം. മധുവേട്ടൻ എന്താ ആലോചിക്കുന്നേ? അയാളങ്ങനെ ചോദിച്ചോണ്ടാണോ? പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നടക്കാനുള്ളത് നമുക്ക് ആലോചിക്കാം. ആലോചിക്കട്ടെ. ഉറങ്ങണ്ടേ? ഉറങ്ങുമ്പോൾ ഒരൊറ്റ സുഖമാണ്, പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം, അനുഭവം എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെയോ? ആ സൗന്ദര്യമുള്ള ഭാര്യ അടുത്തിരിക്കുമ്പോ ഏതൊരു ഭർത്താവും കവിയായി മാറും, ബലവാനായി മാറും. വേണ്ട മധുവേട്ട, ഏയ് നമുക്കൊന്ന് പോയി കുളിച്ചിട്ട് വരാം പ്ലീസ്. അത് കൊള്ളാം. നീ ആദ്യം കുളിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ കുളിക്കാം. ഏതിലും ലേഡീസ് ഫസ്റ്റ്.